ഹലോ, ഇന്ന് ഞങ്ങളൊരു ആറിൻ്റെ തീരത്താട്ടോ. ആറെന്ന് പറഞ്ഞ ഒരു കണ്ടങ്കയെന്ന് പറഞ്ഞ സ്ഥലമാണ്. ശബരിമലയുടെയൊക്കെ ആ ഒരു ഭാഗമാണ് കേട്ടോ. ഡേഞ്ചറായിട്ടുള്ള സ്ഥലമെന്നാണ് പറയുക. ആണ്, സത്യത്തിൽ ആണ് കേട്ടോ. നല്ല മഞ്ഞൊക്കെ മൂടി കിടക്കുന്നുണ്ടോ, കാണാൻ എന്ത് രസമായിരുന്നു പറയാം. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അവിടെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. രാജവെമ്പാലയൊക്കെ മുട്ടയൊക്കെ ഇടാൻ വരുന്ന ടൈമാണെന്നൊക്കെയാണ് പറയുക. അതുകൊണ്ട് നമുക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കുറേ അവിടെ കണ്ടിട്ട് ഇങ്ങോട്ട് കുറേ ഞങ്ങൾ ദൂരെ ഇങ്ങ് വന്നു കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്ന സ്ഥലവും അലക്കുന്ന സ്ഥലവും അങ്ങനെ കുറച്ച് ഭാഗമുണ്ടായിരുന്നു. അവിടെ വന്ന് ഞങ്ങൾ വെള്ളത്തിൽ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. മീനുമോന് ഭയങ്കര ഇഷ്ടമായിരുന്നു. മീനുമോൻ അതിൻ്റെ ഒന്നും കയറി വരുന്നില്ലെന്നുള്ളതായിരുന്നു കാര്യം. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞാൽ പോകുന്നത്. അപ്പം നേരം ഇങ്ങനെ സന്ധ്യയായി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നേ. മീനുവിനെ വിളിച്ചാലോട്ട് മീനു വരുത്തുമില്ല. അതാണ് ഇതിലൊക്കെ രസം. ശരി, എട് പെട്ടെന്ന് പോ. ഇവിടുന്ന് നേരെ ഇട്ട് പോകാം, പുലി വരും. ഞാൻ ആദ്യമൊക്കെ കുറേ നേരം ഇറങ്ങാതെയൊക്കെ നിന്ന് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ഈ പാമ്പിനെയൊക്കെ എനിക്കങ്ങ് പേടിയാണ്ട. ആ അപ്പുറത്തോട്ട് കാണുന്ന സ്ഥലം മുഴുവൻ വനമാണ് കേട്ടോ. അവിടെ ഒത്തിരി പാമ്പും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മീനും പറയാൻ അങ്ങോട്ട് പോകില്ല, ഡേഞ്ചറാണ്. ശരിക്കും ആനയൊക്കെ അവിടെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ശരിക്കും പേടിയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങോട്ട് പോകണ്ട. പിന്നെ ഞങ്ങൾ കുറച്ച് ഭാഗത്തൊക്കെ അവിടെ കുറേ നേരം കഴിച്ച് കുറേ കല്ലൊക്കെ പിറക്കുന്നുണ്ടായിരുന്നു. മീനും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് കല്ലൊക്കെ. അവിടുന്ന് കുറേ കല്ലൊക്കെ പിറക്കിയിട്ട് മീനുവിൻ്റെ കാര്യമൊന്നും പറയണേ. മീനും അതിൻ്റെ അടുത്ത് തെങ്ങിയടിച്ച് വീഴുമൊക്കെ ചെയ്ത് ദേഹം മുഴുവൻ നനഞ്ഞിരിക്കുക വീണിട്ട്. പിന്നെ കുറേ സമയമൊക്കെ ഞങ്ങളുടെ അവിടെ എന്തുവാ ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്നു കേട്ടോ. അല്ല അവിടുന്ന് വരാനേ തോന്നിയില്ലായിരുന്നു. നിങ്ങളെല്ലാം അടുത്തുള്ളവരൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കൂ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നമുക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയത്തില്ലോ, അതിതാണ് ഗെയ്സ്. സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയുള്ളേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ ഒരു കമൻറ്റും ലൈക്കും ഒക്കെ ഒന്ന് കൊടുക്കണേ.